വോട്ട് ചോരിയിൽ പാർലമെന്റ് ഇന്നും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം ഇരുസഭകളിലും ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്നതിലും ഇന്ന് ഇന്ത്യ സഖ്യം തീരുമാനമെടുക്കും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര ബീഹാറിൽ തുടരുന്നു. 3-ാം ദിവസത്തെ യാത്രയിൽ കേരളത്തിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ പങ്കെടുക്കും. പി ആർ സുനിൽ നമുക്കൊപ്പമുണ്ട്. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. വോട്ട് ചോരിക്കെതിരായ പ്രതിഷേധം, വോട്ട് അധികാർ റാലി, അത് 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം അതിന് ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്? പാർലമെന്റിനകത്തും പുറത്തും ഒരേ സമയം വിഷയം ചർച്ചയാക്കുകയാണോ പ്രതിപക്ഷം? സുജിയ, തീർച്ചയായും ബീഹാറിൽ വലിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നു. അതിനൊപ്പം തന്നെ ദില്ലിയിലും വലിയ രാഷ്ട്രീയ നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. അതായാലും ഇന്ന് പാർലമെന്റിൽ നമുക്കറിയാം വോട്ട് കൊള്ളയും ഒപ്പം തന്നെ ഈ ഒരു SIR ഉയർത്തിയുള്ള ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണ നടക്കും. അതിനുശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിച്ച് വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. ഒപ്പം തന്നെയാണ് സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് നീക്കം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഇംപീച്ച്മെന്റ് നീക്കത്തിനുള്ള ഒപ്പ് ശേഖരണം നടത്താനുള്ള തീരുമാനത്തിലേക്കും ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ സഖ്യം പോകും. ഇന്ന് രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ബീഹാറിൽ തുടരുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ കിട്ടുന്നുവെന്നാണ് കോൺഗ്രസ് അടക്കം അവകാശപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു റാലി ഇനി അടുത്ത 10-13 ദിവസം ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ണിലൂടെ കടന്നുപോവുകയാണ്. അപ്പോൾ വലിയ ഒരു ജനപങ്കാളിത്തം ഇതിലേക്ക് കിട്ടുന്നത് ഈ വോട്ടർ പട്ടികയിൽ അടക്കം നടന്ന ക്രമക്കേടാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബീഹാറിലും ദേശീയതലത്തിലുമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ നീക്കവുമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം വോട്ട് കൊള്ള എന്നത് പ്രതിപക്ഷ സൃഷ്ടിയാണെന്നും പ്രതിപക്ഷം അനാവശ്യമായി തെരുവിൽ ബഹളം വെക്കുന്നു എന്നൊക്കെയാണ് BJP ഇതിന് മറുപടിയായി പറയുന്നത്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ എത്തി ഈ വിഷയത്തിൽ തെളിവ് നൽകാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത് എന്ന ചോദ്യമൊക്കെയാണ് ഏതായാലും ഇപ്പോൾ പ്രധാനമായും BJP ചോദിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് തീർച്ചയായും ഈ വോട്ട് കൊള്ള വിഷയത്തിലും വോട്ടർ പട്ടിക വിഷയത്തിലുമൊക്കെ തന്നെ ദേശീയതലത്തിൽ തുടരുന്നത്. സുജിയ.